പച്ച മലയാളത്തിലേക്ക്, സാധാരണ മനുഷ്യരുടെ ഭാഷയിലേക്ക്, ആര്യന്മാരുടെ ഭാഷ എന്ന വലിയ വരേണ്യബോധത്തിൽ നിന്ന് ദ്രാവിഡ സങ്കല്പത്തിലേക്ക്, മനുഷ്യരുടെ ഭാഷയിലേക്ക്, കൂലിപ്പണിക്കാരനും മനസ്സിലാവുന്ന ഭാഷയിലേക്ക് സാഹിത്യത്തെ ജനകീയവൽക്കരിച്ചുകൊണ്ട് മലപ്പുറത്ത് നിന്ന് തുടങ്ങിയ വിപ്ലവങ്ങളാണ് മലയാള നാടിൻ്റെ, മലയാള സാഹിത്യത്തിൻ്റെ, മലയാള സാംസ്കാരികതയുടെ തന്നെ ഗതി നിർണയിച്ചത്. ആ ഗതി നിർണയിക്കുന്നതിൻ്റെ ഒഴുക്ക് തുടങ്ങിയ നാടിൻ്റെ പേരാണ് മലപ്പുറം എന്നത്. മലപ്പുറത്തെ ആഘോഷിക്കുക. മലപ്പുറം എന്താണ് എന്ന് ആളുകൾ പറഞ്ഞു വെക്കുന്ന കാലത്ത് നമ്മൾ പുതിയ കഥ പറഞ്ഞു കൊടുക്കുക, പഴയ കഥകളെ ഓർമ്മിപ്പിക്കുക. എന്താ മലപ്പുറം? മലപ്പുറം എന്ന് പറയുമ്പോൾ മലപ്പുറത്ത് നിന്നിട്ടുണ്ടായിട്ടുള്ള നവോത്ഥാനം മലപ്പുറത്തിന്റെ നവോത്ഥാനമല്ല, മലയാള നാടിന്റെ നവോത്ഥാനത്തെ കുറിച്ച ദേശത്തിന്റെ പേരാണ് മലപ്പുറം എന്നത്. മലയാള നാടിന്റെയും മലയാളിയുടെയും നവോത്ഥാനത്തെ കുറിച്ച ദേശത്തിന്റെ പേരാണ് മലപ്പുറം എന്നത്. അത് മലപ്പുറത്തെ കാക്കാര കഥയോ മലപ്പുറത്തെ താത്തമാന കഥയോ അല്ലെങ്കിൽ അവിടെ കൂടിയിട്ടുള്ള വളരെ ചെറിയ വിഭാഗം മനുഷ്യരുടെ കഥയോ അല്ല. മലയാളം എന്ന ഭാഷയ്ക്ക് പിതാവെന്ന് നമ്മൾ വിളിച്ചു പോരുന്ന ബഹുമാനപ്പെട്ട തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ നാടാണ് മലപ്പുറം. എഴുത്തച്ഛന്റെ നാടായതുകൊണ്ട് മലയാളം നമുക്ക് അവകാശപ്പെട്ടതാണെന്നോ ഇത് നമ്മുടേത് മാത്രമാണെന്നോ അവകാശവാദമല്ല. പക്ഷേ എഴുത്തച്ഛൻ മലയാള ഭാഷ കണ്ടുപിടിക്കപ്പെട്ട ഒരു മനുഷ്യൻ പോലും അല്ല. എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവായി അവരോധിക്കപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നത് അദ്ദേഹം അക്ഷരമാല കണ്ടുപിടിച്ചത് കൊണ്ടല്ല. കണ്ടുപിടിക്കപ്പെട്ട അക്ഷരമാല കൊണ്ട് ആദ്യമായി മലയാളത്തിൽ എഴുതിയ മനുഷ്യനായതുകൊണ്ടുമല്ല. കിളിപ്പാട്ടിലൂടെ ഒരു നവോത്ഥാന പ്രസ്ഥാനം തുടങ്ങിയതുകൊണ്ടാണ്. എന്താണ് നവോത്ഥാന പ്രസ്ഥാനം എന്നോ? സംസ്കൃതത്തിൽ നിന്ന്, മണിപ്രവാളത്തിൽ നിന്ന്, വരേണ്യതയിൽ നിന്ന് മലയാള ഭാഷയെ മോചിപ്പിച്ചുകൊണ്ട് മനുഷ്യക്ക് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് ഇതിനെ മാറ്റി എഴുതിയത് കൊണ്ടാണ്. വേദം കേട്ട ശൂദ്രന്റെ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കുന്ന കാലത്ത് അവനും കൂടി കേൾക്കാൻ വേദം പറഞ്ഞതുകൊണ്ടാണ്. അതിനെ വളരെ മനോഹരമായി ജനാധിപത്യവൽക്കരിച്ചത് കൊണ്ടാണ്. വേദത്തെയും സാഹിത്യത്തെയും വളരെ മനോഹരമായി ജനാധിപത്യവൽക്കരിച്ചൊരു പ്രക്രിയ, ഒരു നവോത്ഥാന പ്രക്രിയ നടത്തിയ നവോത്ഥാന നായകനായിരിക്കാം എഴുത്തച്ഛൻ. ആ എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവാകുന്നത്. അതുകൊണ്ടാണ്, ആ ജനകീയത കൊണ്ടാണ്, ആ ജനാധിപത്യവൽക്കരണം കൊണ്ടാണ് എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവായി നിൽക്കുന്നത്. അങ്ങനെ ഒരു എഴുത്തച്ഛൻ ഉണ്ടായി വരുന്നത് തിരൂരിലെ തൃക്കണ്ടിയൂരിലാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നദി ഒഴുകുന്ന നാട്ടിലാണ്, മലപ്പുറത്താണ്. ചക്കാല നായരുണ്ടാക്കിയ പുതിയ വിപ്ലവങ്ങളുടെ കഥ തുടങ്ങുന്നത് മലപ്പുറത്താണ്. മലയാള നാടിന് മുഴുവൻ അവകാശപ്പെടാവുന്ന ഒരു നവോത്ഥാനം തുടങ്ങുന്നത് ഈ മലപ്പുറത്ത് നിന്നാണ്. എന്താണ് മലപ്പുറം എന്നാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ ധരിച്ചു വെച്ച, നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ചിത്രവുമല്ല മലപ്പുറം. പകരം അത് എഴുത്തച്ഛൻ തുടങ്ങി വെച്ച ഒരു വിപ്ലവത്തിന്റെ കഥയാണ്. പൂന്താനത്തിന്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഒരുപാട് അകലെയല്ല പൂന്താനത്തിന്റെ വീട് ഇപ്പോഴും ഞങ്ങൾക്ക്. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയും ചെയ്തത് ഇതുപോലൊരു നവോത്ഥാന പ്രക്രിയയാണ്. മനുഷ്യന് അപ്രാപ്യമായിരുന്ന വേദത്തെ ഇതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണമെന്ന് പറഞ്ഞ മനുഷ്യരോട് അവർക്ക് മനസ്സിലാവുന്ന പച്ച മലയാളത്തില് ജ്ഞാനപ്പാന ഓതിക്കൊണ്ടാണ് പൂന്താനം കടന്നു വരുന്നത്. പച്ച മലയാളത്തിലേക്ക്, സാധാരണ മനുഷ്യരുടെ ഭാഷയിലേക്ക്, ആര്യന്മാരുടെ ഭാഷ എന്ന വലിയ വരേണ്യബോധത്തിൽ നിന്ന് ദ്രാവിഡ സങ്കല്പത്തിലേക്ക്, മനുഷ്യരുടെ ഭാഷയിലേക്ക്, കൂലിപ്പണിക്കാരനും മനസ്സിലാവുന്ന ഭാഷയിലേക്ക് സാഹിത്യത്തെ ജനകീയവൽക്കരിച്ചുകൊണ്ട് മലപ്പുറത്ത് നിന്ന് തുടങ്ങിയ വിപ്ലവങ്ങളാണ് മലയാള നാടിൻ്റെ, മലയാള സാഹിത്യത്തിൻ്റെ, മലയാള സാംസ്കാരികതയുടെ തന്നെ ഗതി നിർണയിച്ചത്. ആ ഗതി നിർണയിക്കുന്നതിൻ്റെ ഒഴുക്ക് തുടങ്ങിയ നാടിൻ്റെ പേരാണ് മലപ്പുറം എന്നത്. ഒരുപാട് അകലെയല്ല കുഞ്ചൻ നമ്പ്യാര് തുള്ളൽ പ്രസ്ഥാനവുമായി ഇറങ്ങിയത്. കുറച്ച് ഭൂപ്രദേശത്തിന്റെ അതിര് വെച്ച് നോക്കിയാൽ കുറച്ച് ഇപ്പുറം നമുക്കിപ്പോൾ പറയേണ്ടി വരും. പക്ഷെ മലപ്പുറം പിറക്കുന്നതിന് മുമ്പേ ഈ പറയുന്ന മലപ്പുറം ഉണ്ടല്ലോ, കുഞ്ചൻ നമ്പ്യാര്
ഇതുപോലെ പച്ച മലയാളം കൊണ്ട് ഇറങ്ങുക. അമ്പലങ്ങളിൽ കളിക്കാവുന്ന, അല്ലെങ്കിൽ വലിയ ഈ പറഞ്ഞ പോലെ മനുഷ്യർക്ക് മനസ്സിലാവാത്ത രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കലാരൂപങ്ങളെ മനസ്സിലാവുന്ന രൂപത്തിൽ, കുറിക്കുകൊള്ളുന്ന രൂപത്തിൽ, മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്ന രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ടൊരു കലാപ്രസ്ഥാനവുമായി ഇറങ്ങുമ്പോൾ മലയാള സംസ്കാരത്തിന്റെ, മലയാള കലയുടെ പുതിയ ചരിത്രം പിറക്കുകയാണ്. നമുക്ക് അവകാശപ്പെടാവുന്ന ചരിത്രമാണതും. അതും നമ്മുടെ ഭൂപ്രദേശത്തിൽ നിന്ന് ഒരുപാട് അകലെയല്ല, നമ്മുടെ നിളാനദിക്കരയിൽ നിന്ന് ഒരുപാട് അകലെയല്ല, നമ്മുടെ സംസ്കാരത്തോട് യോജിച്ച് നിൽക്കുന്ന സ്ഥലങ്ങളിൽ കലയിൽ വിപ്ലവം തീർത്ത, സാഹിത്യത്തിൽ വിപ്ലവം തീർത്ത് മലയാള നാടിനെ ഡിഫൈൻ ചെയ്ത, നിർവചിച്ച തുടക്കം എവിടെ നിന്നാണെന്നറിയോ? മലപ്പുറത്ത് നിന്നാണ്. ആ മലപ്പുറത്തെ നമുക്ക് ആഘോഷിക്കേണ്ടതുണ്ട്. ഇവിടെ തുടക്കത്തിൽ ഒരുപാട് മനുഷ്യരുടെ പേരുകൾ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതുപോലെ മനുഷ്യർക്ക് അപ്രാപ്യമായിരുന്നതിൽ നിന്ന് മനുഷ്യർക്ക് പ്രാപ്യമാവുന്നതിൽ, ഏറ്റവും സാധാരണക്കാർക്ക് പ്രാപ്യമാവുന്നതിലേക്ക് കലയെയും സാഹിത്യത്തെയും സ്നേഹത്തെയും കൊണ്ടുവന്ന മനുഷ്യരെ കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ്. ഭാഗ്യവശാൽ അവരിൽ പലരും മലപ്പുറത്തുകാരാവുന്നു. മോയിൻകുട്ടി വൈദ്യരെ കുറിച്ച് പറയാതെ മലപ്പുറം പൂർണ്ണമാവുകയോ തുടങ്ങുകയോ ഇല്ല. ഹുസ്നുൽ ജമാൽ, ബദറുൽ മുനീറും ഒക്കെയുള്ള മാപ്പിളപ്പാട്ട് ജീവിതത്തിന്റെ ഭാഗമാണ്. മാപ്പിളപ്പാട്ടിന് തന്നെയുണ്ട് വലിയ രസമുള്ള ഒരു ചരിത്രം. അറബി മലയാളം സാഹിത്യത്തിന്റെ ചരിത്രം ഇപ്പോഴും സാഹിത്യ പഠിക്കുന്ന മനുഷ്യരുടെ പുസ്തകങ്ങളിലില്ലാത്ത, ചരിത്രങ്ങളിലില്ലാത്ത, ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോയൊരു വലിയ അമൂല്യ നിധിശേഖര ചരിത്രമുണ്ട് അറബി മലയാളത്തിന്. പാട്ടുകെട്ടുകൾ എന്ന് പറയുന്ന വലിയ ചരിത്രം. മലബാറിലെ സ്ത്രീകളെ കുറിച്ച് അന്വേഷിച്ചു നോക്കുമ്പോൾ ഇൻവിസിബിൾ ആയിട്ടുള്ള, കാണാൻ പറ്റാത്ത, ഒന്നുമേ ഉണ്ടായിട്ടില്ല എന്ന രൂപത്തിലുള്ള ചരിത്രമാണ് നമുക്ക് മുന്നിൽ വെളിപ്പെടുക. കാരണം രേഖപ്പെടുത്തപ്പെടാതെ പോയ ചരിത്രങ്ങളായിരുന്നു അത് എന്നുകൊണ്ടാണ്. അല്ലാതെ മലബാറിലെ പെണ്ണുങ്ങളില്ലാഞ്ഞതുകൊണ്ടോ, പെണ്ണുങ്ങള് ഏതെങ്കിലും തരത്തിൽ നവോത്ഥാന പ്രക്രിയയുടെ, സാഹിത്യത്തിന്റെ, കലയുടെ, സാംസ്കാരികതയുടെ ഭാഗമാവാതിരുന്നത് കൊണ്ടോ അല്ല. ദൗർഭാഗ്യവശാൽ അത് എഴുതപ്പെട്ടിട്ടില്ല. പക്ഷെ അറബി മലയാളം ചരിത്രം പഠിച്ചു പോയാൽ മലബാറിലെ പെണ്ണുങ്ങൾ